ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ പ്രീസെയിൽ കേരള ബോക്സ് ഓഫീസിൽ 4 കോടിയും കടന്ന് 4,000 കോടിയിലേക്ക് അടുക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഒരു പക്ഷേ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് കയറാൻ പോവുകയാണ്. മോർണിംഗിൽ തന്നെ 4,000-അടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ഇപ്പോൾ 3,800-അടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 11.5 കോടി കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ടോട്ടൽ 3 ആഴ്ച അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഉള്ള വീക്കെൻഡ് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ 14.5 കോടി കടന്നു എന്നുള്ളതാണ് വരുന്നത്. ഇനിയും സിനിമയുടെ ഓരോ റെക്കോർഡുകളിലേക്ക് കിടക്കാം. സിനിമ ഇവിടെ ഓൾ ടൈം 4th ഫാസ്റ്റസ്റ്റ് മൂവി ഇൻ ദ ഹിസ്റ്ററി ആവുകയാണ്. ടു അച്ചീവ് ദ ഫീസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. എമ്പുരാനും ലിയോയ്ക്കും അതേപോലെ കൂലിക്കും പിന്നാലെ ഈ ഒരു സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും വേഗത്തിൽ കളക്ഷനും നേടുന്ന ചിത്രമായി മാറുന്നു. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് മലയാളം മൂവിയാണ്. 4 കോടി എത്തുന്ന ലെവലിലേക്ക് വരുന്ന പല സിനിമകളുടെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കൈകോർക്കുന്ന ഈ ഒരു ചിത്രം എത്തുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഏറെ വിലപ്പെട്ടതാണ്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഫസ്റ്റ് 1 ലക്ഷം എപ്പോഴാണ് നോക്കിയാൽ 28 സെക്കൻഡിനുള്ളിൽ 1 ലക്ഷം രൂപ കളക്ഷൻ വരികയും 10 ലക്ഷം രൂപ 5 മിനിറ്റിനുള്ളിലും 25 ലക്ഷം രൂപ 20 മിനിറ്റിനടുത്തെത്തുമ്പോഴും 50 ലക്ഷം രൂപ 42-ാം മിനിറ്റിലും 1 കോടി 3 മണിക്കൂറിലുമാണ് സിനിമയ്ക്ക് എത്തിയത്. 2 കോടി 5 മണിക്കൂറിലെത്തിയപ്പോൾ 3 കോടി 25 മണിക്കൂറിലെത്തി. 4 കോടി നേടിയത് 47 മണിക്കൂറിലാണ്. 47 മണിക്കൂറും 9 മിനിറ്റും കൊണ്ടാണ് എത്തിയത് എന്നുള്ളതാണ്. അത്രത്തോളമാണ് ഇന്ന് ട്രാക്കിംഗ് നടക്കുന്നത്. പാട്രിയോട്ടിൻ്റെ പ്രീസെയിൽ 4 കോടി കേരള ബോക്സ് ഓഫീസിൽ കടക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും മമ്മൂട്ടിയും മോഹൻലാലും അണിനിരക്കുമ്പോൾ അതുതന്നെയാണ് നമ്മളേവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് ബുക്കിംഗ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. ഒരു കാര്യം നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള തിയേറ്ററുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്കാണ് കാണുന്നത്. പ്രധാനമായും കൊച്ചി പോലെയുള്ള കേന്ദ്രങ്ങളിൽ അങ്ങനെ തന്നെ നമുക്ക് ആ ട്രെൻഡ് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് ടിക്കറ്റ് ബുക്കിംഗ് ഇതുവരെ ഓപ്പൺ ചെയ്യാത്തത്? ഇവിടെ GCC രാജ്യങ്ങളിൽ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതിനുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. വന്നാൽ അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ വരാൻ പോവുകയാണ്. ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ലിസ്റ്റുകൾ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അവിടെ തകർത്ത് വാരും എന്നുള്ള ലെവലിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം GCCയിൽ നിന്ന് തന്നെ 4 കോടി കടന്നിരുന്നു എന്നുള്ളതാണ്. ഓവർസീസിൽ നിന്ന് 1.43 കോടിയും നേടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 40 ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. അന്ന് ആ ഒരു സമയത്ത് സിനിമയുടെ കളക്ഷൻ 9.25 കോടി ആയിരുന്നു എന്നുള്ളത് കൂടി അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 11.5 കോടി കടന്നിരിക്കുന്നു. അതിനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പുറത്ത് വന്നിട്ടില്ല. ഇനി മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുമൊക്കെ തകൃതിയായി ബുക്കിംഗ് ആ ഒരു പാറ്റേൺ വരുന്നു എന്നുള്ളതും, അതുകൂടാതെ UK അയർലാൻഡിൽ 255 ലൊക്കേഷൻസിൽ ഈ ഒരു സിനിമ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഇനീഷ്യേറ്റീവാണ് GCCയിൽ ട്രൂത്ത് ഗ്ലോബൽസ് വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. UK ബോക്സ് ഓഫീസിൽ നമുക്ക് ടർബോ മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിച്ച ആ ഒരു സിനിമയ്ക്ക് 110ഓളം സ്ക്രീനുകൾ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയി നിൽക്കുന്നത് 300-ന് മുകളിലുള്ള സ്ക്രീനുകളുള്ള എമ്പുരാനാണ്. ഇവിടെ 255-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിതരണം അവിടെ നടന്നിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് കാണുന്നതിനേക്കാൾ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ. ഗൾഫിൽ 50,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇന്നലെ വരെയുള്ള കണക്കുകൾ 35,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ, ഇന്നലെ ഉച്ച വരെയുള്ളതാണ്. എന്തായാലും 45,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ടാകും. അവിടെയൊക്കെ ബുക്കിംഗ് നല്ല ലെവലിലേക്ക് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇനിയും തുറക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സിനിമ ഒരു 4 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ വീണ്ടും വരുമെന്ന്. അതായത് 9-10 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കാം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.